അതെ, നോക്കിയേ. എന്തു ഭംഗിയല്ലേ കാണാന്. അപ്പം എന്താന്നല്ലേ, ഒരു ചെറിയ 3-4 ബീറ്റ്റൂട്ട് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാവേ. അപ്പോൾ എന്താ പരിപാടി എന്നല്ലേ, അക്കുഡൂസ് സ്കൂൾ വിട്ടിട്ട് വരാനായി. അപ്പോഴത്തേക്ക് അവനിക്ക് ചായക്ക് കടി ഉണ്ടാക്കുവാണ്. അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് എന്ത് കടിയാന്നല്ലേ പറഞ്ഞേടാ. അപ്പം ഞാനത് വേവിച്ചെടുത്തിട്ട് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ടേ. വേവിച്ച ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും കൂട്ടാണ്ട് അരച്ചെടുക്കണം. ഈ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അധികം ലൂസൊന്നും അല്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്കുണ്ടല്ലോ, കോൺഫ്ലവർ ഇല്ലേ, കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നന്നായിട്ട് കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കണം എന്ന്. വെള്ളം ചേർക്കാണ്ട് തന്നെ ഇതുപോലെയാണ്. അപ്പം ഞാൻ നന്നായിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്, കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് കേട്ടോ. എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്നല്ല, ഇത് കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതും കൊണ്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മക്കളെ, ഇത് കയ്യിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ടൊരു ബോളാക്കിയിട്ട് കയ്യിൽ നിന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ട പിടിക്കൂല, കുഞ്ഞിതാക്കിയിട്ട് എടുക്കുക. അതിന് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. അതിന് ശേഷം ഒരു കുഞ്ഞ് അടപ്പെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പം ഞാനിത് ലാസ്റ്റ് എല്ലാം പരത്തിയ ശേഷം ഉണ്ടയാക്കിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം കയ്യിലെടുക്കുക, അതൊന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, ഒരടപ്പെടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ നല്ല ഭംഗിയാണ്. ഒരു കൊട്ടേൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് കോഴിമുട്ടയൊക്കെ ഇരിക്കുന്ന പോലെ, ഒരു കിളിക്കൂട് അങ്ങനെയൊക്കെ വേണേൽ പറയാം. നാളെ നമ്മൾ അക്കുഡൂസിൻ്റെ പരിപാടി കേട്ടോ സ്കൂളിൽ. ഫസ്റ്റ് സ്റ്റേജ് കയറി പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നതാണ്. പക്ഷേ ഇതിന് മുമ്പ് അംഗൻവാടിയിലുള്ളപ്പം ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു. അത് കയറിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതെന്തൊക്കെയോ പരിപാടിക്ക് ചേർന്നിട്ടുണ്ട്. ഡാൻസ് ഉണ്ട്, കഥ പറച്ചിലുണ്ട്, ഫാൻസി ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. കയറിയാൽ മതിയായിരുന്നു. അപ്പം ഇതൊക്കെ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അത് കഴിഞ്ഞ് ഞാനിതാണ്ട് കുറച്ച് വെള്ളത്തിലേക്ക് നെയ്യാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുവാണ്. ഓൾറെഡി ബീട്രൂട്ട് വെന്തതാണ്. എന്നാലും ഈ നെയ്യ് കിടന്നിട്ടൊന്ന് കൂടി വേവിച്ചെടുക്കുവാണ്. തണുത്ത വെള്ളം ഒഴിച്ചു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു. ഇത് നന്നായിട്ട് വെള്ളം ഇപ്പം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതായത് പച്ചവെള്ളം ഒഴിച്ചു, പച്ചവെള്ളത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ അത് തിളച്ച് വരുമ്പം ഈ ഉണ്ട പിടിച്ച് വെച്ചിരുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന്, ഇപ്പോൾ ഇതിൻ്റെ കളറിങ്ങനെ ഈ ചെമ്പ് മുഴുവൻ നല്ല കളറായി വരും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഇതാവുന്നേ. എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വന്നപ്പോൾ ഞാനിത് കോരിയെടുക്കുന്നുണ്ട്. ഇതുപോലെ കോരിയെടുത്ത് ഇത് കണ്ടോ, വെള്ളമൊക്കെ ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ. നമ്മളെ തേൻമുട്ടായി പോലെയില്ലേ. ഇനി ഞാനൊരു കുഞ്ഞ് ചെമ്പിലേക്ക് കുറച്ച് ഒരു സ്പൂണും ഒരു കയ്യിൽ പഞ്ചസാര ഇട്ടു. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് കുറുക്കട്ടെ കേട്ടോ. പഞ്ചസാര ഒന്ന് കുറുകി വരുമ്പം തന്നെ നമുക്ക് വാനില എസൻസ് ഇല്ലേ, അതും കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വേറെ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത് രണ്ടും നമുക്ക് ഇതിലേക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ, വാനില എസൻസ്. അതായത് പഞ്ചസാര ലായനിയിലേക്ക് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. കുറുകി വന്നോ, ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് കുറുകി പഞ്ചസാരയൊക്കെ കുറുകി ഇതായി വരുമ്പോൾ നമുക്കിതിലേക്ക് എന്താക്കുക, നമ്മളെ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. തേൻമുട്ടായിൻ്റെ ഏകദേശം അതല്ല, പക്ഷെ വേറെ നല്ല രസം കേട്ടോ. ഇതിപ്പോൾ പച്ചക്കറി ഉള്ളിലാവുന്നതായി, 4 മണിക്ക് ഒരു മധുരമുള്ള കടിയും ആയി. എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം. ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ആദ്യം ഒന്ന് പരീക്ഷിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം 2-3 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയ ശേഷം കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബായ്.